തിരുവനന്തപുരത്ത് ശശി തരൂരിനെതിരെ പാർട്ടി വിമതൻ. തരൂരിനെതിരെ യൂത്ത് കോൺഗ്രസ് നേതാവ് നാമനിർദ്ദേശ പത്രിക നൽകി. എന്ത് സമ്മർദ്ദമുണ്ടായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഷൈൻലാൽ പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പദവിയിൽ നിന്നും കഴിഞ്ഞ ദിവസം രാജിവെച്ച ഷൈൻലാലാണ് ശശി തരൂരിനെതിരെ മത്സരിക്കുന്നത്. കളക്ടറേറ്റിലെത്തി ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിക്ക് ഷൈൻലാൽ പത്രിക സമർപ്പിച്ചു. യുവാക്കളെ പാർട്ടി പരിഗണിച്ചില്ലെന്നും എന്ത് സമ്മർദ്ദമുണ്ടായാലും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും ഷൈൻലാൽ പറഞ്ഞു. 2009 മുതൽ സംഘടനാ പ്രവർത്തനം നിന്ന് വിവിധ മേഖലകളിൽ പ്രവർത്തിച്ച ആളാണ്. വിവിധ പോസ്റ്റുകൾ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ തുടക്കം മുതൽ സ്വതന്ത്രനായി മത്സരിച്ച് വരുന്നതുകൊണ്ട് തന്നെ ആദ്യകാലം മുതലേ ഞങ്ങൾക്കൊരു അവഗണന ഉണ്ടായിരുന്നു. ഇത്രക്കാലം അത് സഹിച്ചും ക്ഷമിച്ചും നമ്മൾ മുന്നോട്ട് പോയി. ഇപ്പോൾ സഹപ്രവർത്തകരുടെ നിർബന്ധമാണ്. ഇനിയും ഈ അവഗണന തുടരുന്നത് ശരിയല്ല, അതിന് ശക്തമായി പ്രതിഷേധിക്കണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു തീരുമാനമെടുത്തത്. തീർച്ചയായിട്ടും ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആലോചിക്കാം. അത് ഉറച്ച തീരുമാനമാണ്, ഉറച്ച നിലപാടാണ്. അതിനി എന്ത് സമ്മർദ്ദങ്ങൾ വന്നിരുന്നാലും അത് പിൻവലിച്ച് പുറകോട്ട് പോകാൻ തീരുമാനിച്ചിട്ടില്ല. വിവിധ ഭാഗങ്ങളിൽ നിന്ന് പിന്തുണ അറിയിച്ചുകൊണ്ട് കോൾ വരുന്നുണ്ട്. ഈ അവഗണന നിന്നെക്കാൾ അധികമായി അനുഭവിക്കുന്ന ഒത്തിരി പേർ ഇതിനകത്ത് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കോളുകളാണ് അധികവും വരുന്നത്. പിന്നോക്ക വിഭാഗത്തെ നേതാക്കളെ പാർട്ടി അവഗണിക്കുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളും ഷൈൻലാൽ ഉന്നയിക്കുന്നുണ്ട്. വിവിധ മേഖലകളിൽ നിന്ന് നേതാക്കൾ ബന്ധപ്പെട്ടു എന്നും യൂത്ത് കോൺഗ്രസിലെയും കോൺഗ്രസിലെയും സമാന അഭിപ്രായമുള്ളവരുടെ പിന്തുണ തനിക്കൊപ്പം ഉണ്ടെന്നും ഷൈൻലാൽ പറഞ്ഞു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.